ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ലോകത്ത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇ കൊമേഴ്സിലൂടെ ഓരോ കസ്റ്റമേഴ്സിനും എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ ഒരു വോയിസിലൂടെ നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് തന്നെ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ പോലെയുള്ള കമ്പനികളാണ് ഇന്ന് ലോകത്തിലെ നമ്പർ 1 കമ്പനികളായിട്ടുള്ളത്. ആമസോണിനെ എടുക്കുകയാണെങ്കിൽ 1999 ആമസോൺ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഒരു ചെറിയൊരു ഗുഡ്സ് റൂമിലായിരുന്നു. എന്നാൽ 20 വർഷത്തിന് ഇപ്പുറം 2019 ആകുമ്പോൾ ലോകത്തിൽ നമ്പർ 1 കോടീശ്വരനാവാൻ ജെഫ് ബിസോസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഇ കൊമേഴ്സിലൂടെ ബിസിനസ് ചെയ്തു എന്നുള്ളതാണ്. 2019 ഇന്ത്യയിൽ ഇ കൊമേഴ്സിലൂടെ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നൊരു കമ്പനിയായി ആമസോൺ മാറിയിട്ടുണ്ട്. അതുപോലെ ഈ ഇന്ത്യയിൽ ഇത്രയും ബിസിനസ് നടക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് പോപ്പുലേഷൻ തന്നെയാണ്. 136 കോടി ജനങ്ങളാണ് ഇന്ത്യയിലത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ 119 കോടി ജനങ്ങൾ ഇന്ത്യയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ 56 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇ കൊമേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു അവസരം എന്ന് പറയുന്നത് ഇ കൊമേഴ്സിലൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവസരം. 1 രൂപ പോലും കയ്യിൽ നിന്ന് ചിലവില്ലാതെ ഇ കൊമേഴ്സിലൂടെ ഒരു ബിസിനസ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകുന്നത്. നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ഹൈറിച്ച് എന്നാണ്. ഹൈറിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോപ്പിംഗ് രംഗത്ത് പുത്തൻ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു കമ്പനിയാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. ഗൂഗിളിൽ കയറിയിട്ട് www.hirich.in എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീപർച്ചേസ് എന്നൊരു സെക്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവും. നിലവിൽ ഓപ്പൺ മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വിലക്കുറവിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആഡ് ടു കാർട്ടിലേക്ക് കൊടുത്തിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഒരു പർച്ചേസിൽ ഒരു പ്രൊഡക്റ്റ് മുതൽ 25 കിലോ വരെയുള്ള സാധനങ്ങളാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത്. ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഇവിടെ സിസ്റ്റം. 50 രൂപയാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും 25 കിലോ ആണെങ്കിലും 50 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അത് ഷിപ്പിംഗ് ചാർജ് ചേർത്താൽ പോലും കസ്റ്റമേഴ്സിന് വളരെ വലിയ ലാഭം ഉള്ള രീതിയിലാണ് നമ്മുടെ സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ റീപർച്ചേസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ആവശ്യമാണ്. അതായത് യൂസർ ഐ ഡിയും പാസ്വേഡും ഉള്ള ആളുകൾക്ക് മാത്രമേ ഹൈറിച്ചിൻ്റെ സൈറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട്, വില കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹൈറിച്ചിൻ്റെ സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് പർച്ചേസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പർച്ചേസിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഈ 750 രൂപ മുതൽ മേൽപോട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈമായിട്ട് യൂസർ ഐ ഡി പാസ്വേഡ് കിട്ടുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഈ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് വളരെ വിലക്കുറവിൽ റീപർച്ചേസ് സെക്ഷനിൽ നിന്ന് എന്ത് സാധനം വാങ്ങണമെങ്കിലും സാധ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ 5 രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനുള്ളൊരു അവസരം കൂടി കമ്പനി നൽകുന്നുണ്ട്. ഫസ്റ്റ് പർച്ചേസ് ഇൻകം, അതുപോലെ റീപർച്ചേസ് ഇൻകം, സ്റ്റോർ ഇൻകം, അച്ചീവ്മെൻറ്റ്സ്, സീസണൽ കോൺടെസ്റ്റ്, ഇങ്ങനെ 5 രീതിയിൽ നമുക്കിതിൽ വരുമാനം സാധ്യത കൂടി കമ്പനി നൽകുന്നുണ്ട്. ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിയതുപോലെ ഫസ്റ്റ് പർച്ചേസിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങളുടെ സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ് ഫസ്റ്റ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ 2 സുഹൃത്തുക്കൾ ഫസ്റ്റ് പർച്ചേസിൽ നിന്നും എന്തെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ID നമ്പർ ഉപയോഗിച്ചിട്ട് 2 പേർ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് 200 രൂപ എന്ന് പറയുന്നത്. ഈ 200 രൂപ നാളെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ 2 സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് കിട്ടിയതുപോലെ യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർക്കും ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ അവരുടെ കെയർ ഓഫിൽ വീണ്ടും 2 സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ആ 2 സുഹൃത്തുക്കൾക്കും 200 രൂപ വെച്ച് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 400 രൂപയായിരിക്കും കിട്ടുന്നത്. ഇവിടെ ഒരു ദിവസം പരമാവധി നിങ്ങൾക്ക് 5000 രൂപ വരെ വരുമാനം നേടാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു മാസം 1.5 ലക്ഷം രൂപ വരെയാണ് ഫസ്റ്റ് പർച്ചേസിലൂടെയുള്ള വരുമാനം. നിങ്ങളുടെ ടീമിലൂടെ, നിങ്ങളുടെ കെയർ ഓഫിൽ വന്നവരിലൂടെ കെയർ ഓഫിലൂടെ വരുന്ന മൊത്തം ബിസിനസ്സിനും നിങ്ങൾക്കിവിടെ നേടാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. അതുപോലെ രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്നത് റീപർച്ചേസ് ഇൻകം ആണ്. റീപർച്ചേസ് ഇൻകം നമുക്കിവിടെ കിട്ടുന്നത് 18 ലെവൽ വരെയാണ്. അതായത്
നിങ്ങൾ ഒരു 10 പേരെ നിങ്ങളുടെ യൂസർ ഐ ഡി ഉപയോഗിച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവരൊക്കെ ഫസ്റ്റ് പർച്ചേസിലാണ് ആദ്യം വരുന്നത്. ആദ്യം വരുന്ന ആൾ ലെഫ്റ്റ് സൈഡ്, രണ്ടാമത്തെ ആൾ റൈറ്റ് സൈഡ് വരുന്നുണ്ടാവും. മൂന്നാമത്തെ ആൾ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ടാവും, ആദ്യത്തെ ആളുടെ താഴെയായിട്ട്. നാലാമത്തെ ആൾ വീണ്ടും റൈറ്റ് സൈഡിൽ വരുന്നുണ്ടാവും, രണ്ടാമത്തെ ആളുടെ താഴെയായിട്ട്. അങ്ങനെ താഴെ ഫസ്റ്റ് പർച്ചേസിൽ വരുമാനത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 200 രൂപ, ഓരോ പെയർ മാച്ച് ചെയ്യുന്ന സമയത്ത് 200 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷേ അവരൊക്കെ റീപർച്ചേസിൽ വരുമ്പോൾ ഈ 10 പേരും നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ തന്നെ കാണുന്നുണ്ടാവും. ഇവിടെ ഓരോ പ്രൊഡക്റ്റിനും, റീപർച്ചേസിലുള്ള ഓരോ പ്രൊഡക്റ്റിനും വ്യത്യസ്തമായിട്ടുള്ള BV ഉണ്ടാവും. ആ BV ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലുള്ള ആളുകളൊക്കെ റീപർച്ചേസ് ചെയ്യുന്നതിൻ്റെ BV മൊത്തം കൂട്ടിയിട്ട് അതിൻ്റെ 50% നിങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. അങ്ങനെ നിങ്ങളുടെ ഈ ഫസ്റ്റ് ലെവലിലുള്ള ആളുകൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 പേരെ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ 10 പേരാണ് നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലുള്ള ആളുകൾ. അവർ എന്ത് റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കതിൻ്റെ BVയുടെ 50% കിട്ടുന്നുണ്ടാവും. ഇനി ഈ 10 പേരിലൂടെ വരുന്ന ആളുകളൊക്കെ, ആ 10 പേരുടെ കെയർ ഓഫിൽ വരുന്ന ആളുകളൊക്കെ നിങ്ങളുടെ സെക്കൻഡ് ലെവലായിരിക്കും. ഈ സെക്കൻഡ് ലെവലിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ BVയുടെ 15% നിങ്ങൾക്കിവിടെ കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ 18 ലെവൽ വരെയാണ് നിങ്ങൾക്കിവിടെ റീപർച്ചേസിൻ്റെ വരുമാനം കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് സീലിംഗ് ഇല്ല. എത്ര വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാം, റീപർച്ചേസിലൂടെ എത്രയും എത്ര വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതാണ് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ കണ്ണൻദേവൻ ചായ. കണ്ണൻദേവൻ ചായക്ക് 500 ഗ്രാമിന് ഓപ്പൺ മാർക്കറ്റിൽ 151 രൂപയാണ് വരുന്നത്. ഇവിടുന്ന് മേടിക്കുന്ന സമയത്ത്, ഹൈറിച്ചിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് 141 രൂപ മാത്രമേ വരുള്ളൂ. അതിൻ്റെ BV എന്ന് പറയുന്നത് 6 BV ആണ്. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും വ്യത്യസ്തമായിട്ടുള്ള BV കമ്പനി കൊടുത്തിട്ടുണ്ടാവും. ഒരു BV എന്ന് പറയുന്നത് 1 രൂപയായിട്ടാണ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത് സ്റ്റോറിംഗ് ആണ്. നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ എന്തെങ്കിലും സാധനങ്ങൾ സ്വന്തമായി മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കമ്പനിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അങ്ങനെ ആഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ് സ്റ്റോറിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഈ 18 ലെവലിലുള്ള ഏത് ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിലും എന്ത് സാധനം കമ്പനിയിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ നമ്മൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ ഇവിടെ 3 രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് തേർഡ് ലെവൽ അഡ്വൈസറി ബോർഡ് എന്നാണ് പറയുക. ഈ തേർഡ് ലെവൽ അഡ്വൈസറി ബോർഡിലേക്ക് എത്താനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ 60 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലൂടെ 100 പേർ മാച്ച് ചെയ്യുക, ലെഫ്റ്റ് 100 പേർ, അതുപോലെ റൈറ്റ് 100 പേർ. അതുമല്ലെങ്കിൽ 10 പേരെ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള 10 പേർ കമ്പനിയുടെ സപ്ലൈ സെൻറ്റർ എടുക്കുക. സപ്ലൈ സെൻറ്റർ മീൻസ് കമ്പനി ഓരോ സ്ഥലത്തും കമ്പനിയുടെ സപ്ലൈ സെൻറ്റർ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നാട്ടിൽ ഒരു സപ്ലൈ സെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം 10,000 രൂപയാണ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിനുള്ള സർട്ടിഫിക്കറ്റ് കമ്പനി അവർക്ക് കൊടുക്കുന്നുണ്ടാവും. ഇനി നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ഓർഡറുകളും, കമ്പനിയിലേക്ക് പോകുന്ന എല്ലാ ഓർഡറുകളും ഈ ഒരു പർട്ടിക്കുലർ സപ്ലൈ സെൻറ്ററിലേക്കാണ് ഡെലിവറി ആവുന്നത്. ഈ സപ്ലൈ സെൻറ്ററുകാരനാണ് കസ്റ്റമേഴ്സിന് അത് ഡെലിവറി ചെയ്യേണ്ടത്. അതിലൂടെ ഈ സപ്ലൈ സെൻറ്ററിലുള്ള ആൾക്ക് നല്ല രീതിയിലൊരു വരുമാനം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയാണ് കമ്പനി നൽകുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ അഡ്വൈസറി ബോർഡാണ്. തേർഡ് ലെവൽ അഡ്വൈസറി ബോർഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 20%. ഇവിടെ സെക്കൻഡ് ലെവൽ അഡ്വൈസറി ബോർഡിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുള്ള 5 പേരെ തേർഡ് ലെവൽ അഡ്വൈസറി ബോർഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, സെക്കൻഡ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾക്ക് ഒരു 20% കൂടി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ടോട്ടൽ 40% ഈ വർഷത്തെ പ്രോഫിറ്റ് ഷെയർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അടുത്തത് ഫസ്റ്റ് ലെവൽ അഡ്വൈസറി ബോർഡാണ്. ഇവിടെ എത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുള്ള 5 പേരെ സെക്കൻഡ് ലെവൽ അഡ്വൈസറി ബോർഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 10% കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ, ഇയർലി പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നത്, ഈ വർഷത്തെ പ്രോഫിറ്റ് ഷെയർ കിട്ടുക. അപ്പോൾ ഈ 3 ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 50% നിങ്ങൾക്ക് തന്നെ കിട്ടാനുള്ളൊരു അവസരമാണ് കമ്പനി ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ ഓരോ സീസണിലും കമ്പനി ഓരോ ഓഫർ ഇടുന്നുണ്ടാവും. കഴിഞ്ഞ മാർച്ചിൽ ഉണ്ടായിരുന്നൊരു ഓഫറിലൂടെ ഒരു സ്വിഫ്റ്റ് കാർ അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ബഷീർ എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് മാതമംഗലം എന്ന സ്ഥലത്താണ്. 5 ലക്ഷം രൂപ വരെയാണ് കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടുതൽ വരുന്ന പൈസ ഞാൻ തന്നെ എടുത്തുകൊണ്ട് ഒരു സ്വിഫ്റ്റ് കാർ വാങ്ങാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനിയിൽ ആ ഒരു ഓഫറിൽ 2 പേരാണ് കാർ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 5 ബൈക്ക് അച്ചീവേഴ്സ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഓരോ പീരീഡിലും നമുക്ക് ഓരോ ഓഫറുകൾ കമ്പനി തരുന്നുണ്ട്. ആ ഓഫറുകളിലൂടെ വലിയ രീതിയിൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.